ഇതെന്നാ സംഭവം എന്നറിയാമോ? നല്ല അടിപൊളി ഉണക്കമീൻ കറി. നമ്മുടെയൊക്കെ അവിടെ ഇങ്ങനെ ഉണക്കമീൻ കറി വെക്കുന്നത്. പിന്നെ ഇത് ഉണക്കക്കപ്പ. അങ്ങനെ നല്ല ഉണക്കക്കപ്പയും ഉണക്കമീൻ കറിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇത് കൊടുങ്ങൂര് കവലയാണേ. ഇവിടെയൊക്കെ പിന്നെ എനിക്ക് ഏത് നട്ടപ്പാതിരയ്ക്ക് കണ്ടാലും തിരിച്ചറിയാൻ പറ്റും കേട്ടോ. ആ ബസ് കിടക്കുന്ന കണ്ടില്ലേ, ശ്രീ പാർവതി കൊടുങ്ങൂര് പള്ളിക്കത്തോടൊക്കെ പോകുന്ന ബസ്. അങ്ങനെ പിന്നെ പള്ളിക്കത്തോട് ടൗണായി, കൊടുങ്ങൂര് ടൗൺ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരിടം വരെ പോവാം കേട്ടോ. ഇതിപ്പോൾ എവിടെയാണെന്നല്ലേ? അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഇത് നാട്ടിലത്തെ വീഡിയോയാണ്. ഞങ്ങൾ നാട്ടിൽ ചെന്നപ്പോഴത്തെ ഈ വീഡിയോ ഒക്കെ എന്തിനാണ് ഇടുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ആശ്വാസത്തിന്. പിന്നെ ആരെങ്കിലുമൊക്കെ കാണുമല്ലോ. ഇതൊന്നും ഉണ്ടല്ലോ എനിക്ക് അന്ന് ഇടാൻ പറ്റിയില്ല. ഇപ്പം ഞങ്ങൾ കൊടുങ്ങൂരെല്ലാം കൂടി പള്ളിക്കത്തോടും കഴിഞ്ഞ് പാലായ്ക്ക് എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി പറയാൻ പറ്റും. ഏതെങ്കിലും കട തിന്നാൻ പോവുമായിരിക്കും, ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് തപ്പി പോവുമായിരിക്കും എന്നല്ലേ. ഉണ്ണിയെ കണ്ടാൽ അറിഞ്ഞുകൂടെ ഊരിലെ പഞ്ഞം എന്ന് പറയുന്ന പോലെ നമ്മുടെ അവസ്ഥ. ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ തൊട്ട് വിചാരിക്കുന്നതാണ് ഈ ഒരു സ്ഥലത്ത് വരെ പോകണമെന്ന്, വള്ളിച്ചിറയിൽ. അത് ഏതാ കടയെന്ന് നിങ്ങൾക്ക് സ്ഥലം പറഞ്ഞപ്പോൾ മനസ്സിലായല്ലേ. ഈ റൂട്ടിൽ കൂടെ ഞാൻ അധികം പോയിട്ടൊന്നുമില്ല കേട്ടോ. 1-2 പ്രാവശ്യമേ പോയിട്ടുള്ളൂ. കാരണം നമുക്ക് വള്ളിച്ചിറയ്ക്ക് പോകേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മളെന്താ പറയുന്നത്, ഈ ഒരു കടയിൽ പോയി ഈ ഫുഡ് കഴിക്കണം നമുക്ക് ചിന്തിച്ചതല്ലാതെ അങ്ങനെ പോകാൻ പിന്നെ ആ വഴിക്ക് പോകുന്നില്ലല്ലോ. അങ്ങനെ വീട്ടിലിരുന്നപ്പോൾ ജസ്റ്റിയോട് പറഞ്ഞാൽ വാ ജസ്റ്റി നമുക്ക് പോവാമെന്ന്. അങ്ങനെ ഞങ്ങൾ വണ്ടിയെടുത്തു പോയി. നമ്മുടെ അധികം ദൂരമൊന്നും ഇല്ലല്ലോ, വള്ളിച്ചിറ എന്നൊക്കെ പറയുന്നത്. പിന്നെ കൂട്ടത്തിലൊരു മൂവിക്കും പോകണമായിരുന്നേ. ശരിക്കും പറഞ്ഞാൽ ഇത് ആരാണ്ട് എങ്ങാണ്ട് വഴിയൊക്കെ പോകുന്നെന്ന് പറഞ്ഞ ഒരവസ്ഥയാണ്. നമുക്ക് മൂവിക്ക് പോകേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഏറ്റുമാനൂരാണ്. അതെന്തിനാ ഇപ്പം ഏറ്റുമാനൂർ പോയി ടിക്കറ്റ് ബുക്ക് ചെയ്തതെന്ന് ചോദിച്ചാൽ ദൈവം തമ്പുരാന് മാത്രം അറിയാം. എൻ്റെ മമ്മി പറയുന്നല്ലേ, ഇതുങ്ങളുടെ കാര്യമായതുകൊണ്ട് തെക്കോട്ട് പോയാൽ പടിഞ്ഞാറുനിന്ന് വരും, പടിഞ്ഞാറോട്ടാണ് പോകുന്നെങ്കിൽ വടക്കുനിന്ന് കയറി വരും എന്ന് പറയുന്നത് പോലെ നമ്മൾ പോകുന്നിടത്തൂടെ അല്ല തിരിച്ചു വരുന്നത്. നമ്മുടെ അടുത്തൊന്നും സിനിമാ തിയേറ്റർ ഇല്ലാഞ്ഞിട്ടേ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ് ഏറ്റുമാനൂർ. അങ്ങനെ ഫൈനലി നമ്മൾ ആ കടയിൽ വന്ന് കയറുന്നു കേട്ടോ. ഇതിപ്പോൾ ഇത്രയും പഴക്കൊലയൊക്കെ തൂക്കിയിട്ടെന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഒത്തിരി ഇൻസ്റ്റയിൽ റീലിലൊക്കെ കണ്ടിട്ടില്ലേ, പാലായ്ക്കടുത്ത് ഈ ഒരു സ്ഥലത്ത് ഒരു ചേട്ടൻ്റെ എന്താ പറയുന്നത് പഴംപൊരിയും ബീഫെന്ന് പറഞ്ഞൊരു ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡും വൈറലും ഒക്കെ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. അന്ന് നമ്മൾ അബുദാബിയിലായിരുന്നതുകൊണ്ട് കഴിക്കാൻ പറ്റിയില്ല. അബുദാബിയിലിരുന്ന് വെള്ളം ഊറാനേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ നാട്ടിൽ പോയിട്ട് കഴിക്കണ്ടേ അല്ലേ. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ, ഒരു റീല് പോലെ. ഇതൊരു വലിയ വീഡിയോ ആയിട്ട് ഇടുന്നത് ഇപ്പം ആദ്യമായിട്ടാണ്. പക്ഷേ ഞാൻ ആദ്യമായിട്ടോ ഈ പഴംപൊരിയും ബീഫും കോമ്പിനേഷൻ സത്യമായിട്ടും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ബീഫ് വേറെയും പഴംപൊരി വേറെയും കഴിച്ചിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ പഴംപൊരി ഒരു രക്ഷയില്ല കേട്ടോ. നോക്കി എന്തോ ഒരു ഏത്തക്കൊലയാണ് തൂക്കിയിട്ടേക്കുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ വൈകുന്നേരം ഒരു 6:30 ആയിട്ടുണ്ട്. എനിക്കൊന്ന് ഉച്ചയാകുമ്പോൾ തൊട്ടെങ്ങാണ്ട് അവിടെ പഴംപൊരി ഉണ്ടാക്കുന്നതെന്നാണ് ചേട്ടൻ പറഞ്ഞ്. പഴംപൊരി മാത്രമൊന്നുമല്ല കേട്ടോ, എല്ലാ സാധനവും ഉണ്ട്. പോർക്ക്, ബീഫ്, താറാവുണ്ടോ അദ്ദേഹത്തിന് അറിയാം, എല്ലാ സാധനവും ഉണ്ട്. പിന്നെ കുറച്ച് പഴംപൊരി ഞാൻ പൊതിഞ്ഞു എടുത്തു, പോകുന്ന വഴിക്ക് കഴിക്കാമല്ലോ. എനിക്കൊന്ന് ഞാൻ 4 പഴംപൊരി കഴിച്ചെന്ന് തോന്നുന്നു. പക്ഷേ പഴംപൊരി ഒരു രക്ഷയില്ല കേട്ടോ. ബാക്കി ഒന്നിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, മീൻസ് മോശമൊന്നല്ല. പക്ഷേ പഴംപൊരി ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. എനിക്കത് ബീഫിനോടൊന്നും കഴിക്കുന്നതിനേക്കാളും ചുമ്മാ ഇരുന്ന് പറഞ്ഞും എന്താ പറഞ്ഞാൽ കുറിക്കാനായിരുന്നു ഇഷ്ടം കേട്ടോ. നല്ല ക്രിസ്പി പഴംപൊരിയായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ പോയി എന്നുള്ളൂ അവിടെ ആ പഴംപൊരി കഴിക്കാനുള്ള കൊതി കാരണം. പിന്നെ ജസ്റ്റിയോട് പറഞ്ഞാൽ ജസ്റ്റ് എപ്പോൾ വേണേലും കൊണ്ടുപോകുമല്ലോ. അങ്ങനെ അവിടുന്ന് പഴംപൊരിയൊക്കെ പെട്ടെന്ന് ചവിട്ടി കൂട്ടി ജസ്റ്റ് ഞങ്ങളെ കഴിപ്പിച്ചിട്ട് നേരെ ഏറ്റുമാനൂർ. ഇതിപ്പോൾ ഈ റോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ കോട്ടയത്തൊക്കെ ഉള്ളവർക്ക് അറിയാമല്ലോ അല്ലേ, ഇത് ഏറ്റുമാനൂർക്ക് പോകുന്ന റോഡാണെന്നുള്ളത്, ബൈപ്പാസ് റോഡാണത്. അങ്ങനെ ഏറ്റുമാനൂർ എന്നപ്പോഴത്തേനും സന്ധ്യയായി. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മൂവിക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നെന്ന്. അത് ഏത് മൂവിയായിരുന്നു, തിയേറ്ററിൻ്റെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. നമ്മൾ പക്ഷേ ഇവിടെ പല പ്രാവശ്യം പോയിട്ടുണ്ട്. ഫ്ലാസ്ക് എന്ന് പറയുന്ന മൂവി കാണാനാണ് പോയെന്ന് തോന്നുന്നു. കാരണം ആ മൂവി ആ തിയേറ്ററിലേ ഉള്ളൂ. അങ്ങനെ മൂവി എല്ലാം കഴിഞ്ഞു ഇറങ്ങി തിരിച്ചു വരുന്ന വഴിക്ക് തിരിച്ച് നമ്മൾ കോട്ടയം കൂടിയാണ് വന്നത് കേട്ടോ. പിന്നെ ഇനി അതുവഴി പോകേണ്ട ആവശ്യമില്ലല്ലോ. ശരിക്കും ഈ ഏറ്റുമാനൂരിൽ നിന്ന് കോട്ടയം വരുന്ന വഴിക്ക് എന്തോ ഒരു റെസ്റ്റോറൻറ്റ്സ് അല്ലേ, എനിക്കൊന്ന് റെസ്റ്റോറൻറ്റ്സ് കോട്ടയത്തെ ഏറ്റവും കൂടുതൽ 6 കൂട്ടിലാന്ന് തോന്നുന്നു. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ജേഡുകൂട്ടന് വിശന്നപ്പോൾ ഡോമിനോസിൽ കയറി ഒരു പിസ്സയില്ല കേട്ടോ, 2 പിസ്സ വാങ്ങിച്ചു. ജേഡുവിന് മാത്രമേ വാങ്ങിച്ചുള്ളൂ. കാരണം നാട്ടിലൊന്നും ചെന്നിട്ട് ഇങ്ങനത്തെ ജങ്ക് ഫുഡ് കഴിക്കാൻ ഞങ്ങൾക്കാർക്കും തോന്നിയില്ല. അത് മാത്രമൊന്നുമല്ല, ഞങ്ങളുടെ രണ്ടുപേരുടെയും ലക്ഷ്യം പോകുന്ന വഴിക്കൊരു സാധനം വാങ്ങിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇത് തന്നെ നമ്മുടെ പാമ്പാടിയിലുള്ള തട്ടുകടയിലെ ചിക്കൻ കഴിച്ചിട്ടുണ്ടാരെങ്കിലും. പാമ്പാടി 2 തട്ടുകടയുണ്ട് കേട്ടോ, ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ പാമ്പാടിയിൽ നിന്ന് നമ്മൾ കൊടുങ്ങൂർക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ റൈറ്റ് സൈഡിലുള്ള തട്ടുകടയിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത്. എന്നാ തിരക്കായിരുന്നു എന്താ പറയുക ആ സമയം. നാട്ടിൽ ചെന്നാൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടുന്ന് ഞങ്ങൾ തട്ടുകടയിൽ നിന്ന് ചിക്കൻ വാങ്ങിക്കാതെ പോകത്തില്ല കേട്ടോ.
കാരണം പണ്ടൊക്കെ എപ്പോഴും സിനിമയ്ക്ക് പോകുന്ന കോട്ടയം ആനന്ദിലോ അഭിലാഷിലോ ഹാസ്യയിലോ ഒക്കെ അല്ലേ. ഇപ്പോഴല്ലേ അഞ്ചാനീസ് വന്നേ, അതുകൊണ്ട് പിന്നെ അഞ്ചാനീസിൽ പോവും. അതുകൊണ്ട് പിന്നെ ആ റൂട്ടിൽ പോയി അങ്ങനെ തട്ട് വാങ്ങിക്കാറില്ല. എനിവേ ഫുഡുമായിട്ട് വീട്ടിൽ വന്നു. ഇതാ ചിക്കൻ കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ അടിപൊളി ചിക്കനാണ്. കഴിച്ചിട്ടില്ല ഒരു പ്രാവശ്യം നിങ്ങൾ വാങ്ങിച്ച് കഴിക്കണം. പക്ഷെ ഞാനും ജസ്റ്റേ കഴിച്ചുള്ളൂ കേട്ടോ. എൻ്റെ അപ്പന് ഇതൊന്നും കഴിക്കില്ല. അപ്പം പറയും പിന്നെ ഇതൊക്കെ കരിയോയിൽ ഉണ്ടാക്കിയത് അതാ കറുത്തിരിക്കുന്നതെന്ന്. കടക്കാർ കേൾക്കണ്ടല്ലേ. അപ്പം ശരി, എന്നാൽ ചിരിച്ച കോഴിയും പിച്ചാത്തിയും കഴിച്ചിട്ട് വരാം. പൊരിച്ച കോഴിയും ചപ്പാത്തിയും മാറിപ്പോയി.